ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ആയ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ഞാൻ വറുത്തെടുത്ത 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഏലക്കായ കൂടി പൊടിച്ച് ചേർത്ത് കൊടുത്തു. ഇത് ഞാൻ ഇടിയപ്പത്തിന് വേണ്ടി പൊടിച്ച് വെച്ച നേരിയ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അരി കുതിർക്കാതെയും നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് വിസ്ക് വെച്ച് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള വെല്ലം എന്ന് പറയുന്നത് ഒരു 300 ഗ്രാം വെല്ലമാണ് എടുത്തിട്ടുള്ളത് ഞാൻ. അത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് ഞാൻ റോബസ്റ്റ പഴമാണ് ഇതിലേക്ക് വേണ്ടി ചേർക്കുന്നത്, ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടി. അപ്പോൾ ഒരു റോബസ്റ്റ് പഴം എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കുന്നുണ്ട്. നന്നായി പഴുത്ത റോബസ്റ്റ പഴം ആണ്. അപ്പോൾ നമ്മുടെ വെല്ലം ഉരുകി വന്നിട്ടുണ്ട്. അത് ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കല്ലുണ്ടായിരുന്നു ഇതിലേക്ക്, അതുകൊണ്ട് തന്നെ നമ്മൾ വെല്ലം ഉരുക്കി ഒഴിച്ചാൽ ഇതിൻ്റെ കച്ചറകളൊക്കെ പോയി കിട്ടും. അപ്പോൾ ഈ വിസ്ക് വെച്ച് നന്നായി ഒന്ന് യോജിപ്പിച്ചു. ഇത് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം വേണം. അധികം നമ്മൾ സാധാരണ ഇത് വറുത്തരിപ്പൊടിയാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ആ വെള്ളം മതിയാകാത്തതുകൊണ്ട് തന്നെ പിന്നെയും കുറച്ചുകൂടി ഞാൻ ചൂടാക്കിയിട്ട് വെല്ലത്തിൽ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായി കട്ടകളില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. കയ്യിൽ കൊണ്ട് ഉടച്ചെടുക്കണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ചുകൂടി കട്ടി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നമ്മൾ വെല്ലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ നെയ്യപ്പം ചുടേണ്ട അതിൻ്റെ തന്നെ ലൂസിൽ ആയി കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ റോബസ്റ്റ പഴം അരച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈസൂർ പഴമോ അല്ലെങ്കിൽ അതുപോലെയുള്ള പഴങ്ങൾ ചേർക്കാം. ഞാനിന്ന് റോബസ്റ്റ പഴം ചേർത്ത് ആക്കാമെന്ന് വിചാരിച്ചു. അതാണ് റോബസ്റ്റ പഴം ചേർത്ത് കൊടുത്തത്. വീണ്ടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 2-3 മണിക്കൂർ ഇത് അടച്ചു വെച്ച് എന്നിട്ട് അപ്പം ചുട്ടെടുക്കുന്നതാണ് നല്ലത്. കാരണം ആ സമയം കൊണ്ട് നന്നായി ഇത് പൊങ്ങി വരാൻ തുടങ്ങും. നമ്മൾ മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും റവയൊക്കെ ഇട്ടതാണ്. ഒരു തരിതരിപ്പിന് വേണ്ടിയാണ് റവ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചുട്ടെടുക്കാം. പിന്നെ ഞാൻ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല. തേങ്ങാക്കൊത്തും ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ തേങ്ങാക്കൊത്ത് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. അപ്പോൾ ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ വീണ്ടും ഇത് തുറന്ന് നോക്കി ചുടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ വെളിച്ചെണ്ണയിലാണ് സാധാരണ ഉണ്ണിയപ്പം ചുട്ടെടുക്കാറ്. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഗ്ലാസ്സിലാണ് സാധാരണ എടുക്കാറ്. നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ കുറച്ചുകൂടി സൗകര്യം അതാണ്. നന്നായി പൊങ്ങി വരുന്നുണ്ട്. നല്ല സോഫ്റ്റും കൂടിയാണിത്. ഒരു ഭാഗം പൊങ്ങിയതിന് ശേഷം മറുഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്ക് കോരി മാറ്റിയിട്ട് അടുത്തതും കൂടി
ബാക്കിയുള്ള കൂട്ടും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം. ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരല്പം ചൂടാറിയാലും നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും പോയി പോകുന്നില്ല. ഞാൻ പിന്നെ 2-3 ട്രിപ്പ് ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര വല്ലാതെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ നെയ്യപ്പം. അതുകൊണ്ടാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചുട്ട് കൊടുക്കാറുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം.